ഞങ്ങൾക്കൊരു 3 കോടിയോളം ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ സി ടി സ്കാൻ 2 കോടിയോളം വരും, അതേമാതിരി അൾട്രാസൗണ്ട് സ്കാൻ എല്ലാം പോയി കിടക്കുക. ഒരു ഇൻസ്ട്രുമെൻ്റ് പോലും ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതി. ആദ്യമായിട്ടാണ് അങ്ങനെ വെള്ളം കയറുന്നത്. അന്ന് 2012 വെള്ളം കയറിയപ്പോൾ ഇത്ര രൂക്ഷമായിരുന്നില്ല. പക്ഷേ ഇത് വളരെ രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടാണ് ഈ വർഷം ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ മഴ പെയ്തു തുടങ്ങിയ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പലയിടത്തും തൃശ്ശൂർ നഗരത്തിന്റെ പലയിടത്തും വെള്ളക്കെട്ടുകൾ വലിയ രീതിയിൽ രൂപപ്പെട്ടു തുടങ്ങി. അത്തരത്തിലൊരു വെള്ളക്കെട്ട് രൂപ സ്ഥലമാണ് ഈ അശ്വിനി ആശുപത്രി എന്ന് പറയുന്നത്. ഈ ഹോസ്പിറ്റലിന്റെ കാഷ്വാലിറ്റിയിലേക്ക് അടക്കം ഇന്നലെ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായി. ആ വെള്ളം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ആ വെള്ളം ഇറങ്ങിയതിനു ശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ആശുപത്രിയുടെ അധികൃതരും മറ്റ് ജീവനക്കാരും ഒക്കെ തന്നെ ഉണ്ടാവുന്നത്. നിരവധിയായ രോഗികളൊക്കെ ഉള്ള സമയത്തായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ട് ഇന്നലെ ഈ ആശുപത്രിക്കകത്തുണ്ടായിരുന്നത്. ഈ കാഷ്വാലിറ്റിക്ക് അകത്തടക്കം വെള്ളക്കെട്ട് രൂപപ്പെട്ട വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ആശുപത്രിയുടെ അധികൃതർ ചേരുന്നുണ്ട്, നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം. ഇന്നലെ പെട്ടെന്ന് മഴ പെയ്തപ്പോൾ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുകയായിരുന്നല്ലേ? പെട്ടെന്ന് മഴക്കെട്ട് വന്നപ്പോൾ വെള്ളക്കെട്ട് രൂക്ഷമാക്കുകയായിരുന്നു. നമ്മൾ ഫ്രണ്ട് ഗേറ്റിലത്തെ കാന വന്നിട്ട് അടഞ്ഞ സ്ഥിതിയിലാണ്. പക്ഷേ വെള്ളം പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ട് രാത്രി കോർപ്പറേഷൻ അറിയിച്ച് ഒരു 10 മണിയോടുകൂടി കോർപ്പറേഷൻ JCB കൊടുത്തിട്ട് ആ കാനയിലത്തെ സ്ലാബ് ഇളക്കി മാറ്റിയതിന് ശേഷമാണ് വെള്ളം ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയത്. അതിനോട് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു ഈ കാനഡ. ഇതിന് ഒരുപാട് മുമ്പ് പരാതികൾ നടന്നിരുന്നു. കോർപ്പറേഷനിൽ കയറി ഇറങ്ങിയിട്ട് ഒരുപാട് പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒറ്റ കാരണമാണ് ഈ വെള്ളക്കെട്ടിന് കാരണമായിട്ടുള്ളത്. ഞങ്ങൾക്കൊരു 3 കോടിയോളം ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ സി ടി സ്കാൻ 2 കോടിയോളം വരും, അതേമാതിരി അൾട്രാസൗണ്ട് സ്കാൻ എല്ലാം പോയി കിടക്കുക. ഒരു ഇൻസ്ട്രുമെൻ്റ് പോലും ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതി. ആദ്യമായിട്ടാണ് അങ്ങനെ വെള്ളം കയറുന്നത്. അന്ന് 2012 വെള്ളം കയറിയപ്പോൾ ഇത്ര രൂക്ഷമായിരുന്നില്ല. പക്ഷേ ഇത് വളരെ രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടാണ് ഈ വർഷം ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ്. അതായത് മഴ പെയ്ത ആദ്യ മണിക്കൂറുകളിൽ തന്നെ നഗരത്തിന്റെ പല പ്രദേശങ്ങളിലും വെള്ളം കയറുന്ന ഒരു സ്ഥിതിയായിരുന്നു. അപ്പോൾ നമ്മോടൊപ്പം ഈ കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവ് കൂടി ചേരുന്നുണ്ട്. എന്താണ് ഒരു നഗരസഭയുടെ ഒരു വിഷയമാണ് ഇപ്പോൾ വെള്ളക്കെട്ടുണ്ടായത്? മേയറും CPM നേതൃത്വം മനഃപൂർവ്വം ഉണ്ടാക്കിയ വെള്ളക്കെട്ടാണത്. ഇത് വെള്ളക്കെട്ട് ഉണ്ടാവാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 3 കോടി രൂപ തൃശ്ശൂർ കോർപ്പറേഷൻ മാറ്റിവെക്കുകയും കൗൺസിൽ അംഗീകാരം നൽകുകയും DPC അംഗീകാരം ചെയ്തിട്ടുള്ള പ്രവർത്തികളുണ്ട്. ആ പ്രവർത്തികൾ നമ്മളോട് സംസാരിക്കുന്ന ഈ സമയം വരെ ടെൻഡർ നടപടികൾ പോലും പൂർത്തീകരിച്ചിട്ടില്ല. നമുക്കറിയാം മഴ മെയ് ജൂൺ മാസങ്ങളിൽ മഴ വരുമെന്ന്. അപ്പോൾ ഇതിന് മുൻകൂട്ടി തന്നെ ഇത്തരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം മേയറും CPM നേതൃത്വവും എന്നും ടൂർ പോക്കാണ്. കോർപ്പറേഷൻ ജനങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ അവർക്ക് സമയമില്ല. എന്നും ടൂർ. ഇന്ന് മേയർ സ്ഥലത്തില്ല, ഇന്നലെ മേയർ സ്ഥലത്തില്ല. ഇത്രയും വലിയ വെള്ളക്കെട്ടുണ്ടായി. കോടിക്കണക്കിന് രൂപ ഇപ്പോൾ അശ്വിനി ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നത് 3 കോടി രൂപയുടെ നഷ്ടം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ തൃശ്ശൂർ പട്ടണത്തിൽ വിവിധ സ്ഥാപനങ്ങളിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായിട്ട് പോലും മേയറും സംഘവും അല്ലെങ്കിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന CPM തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു പ്രദേശം സന്ദർശിക്കാൻ അവരില്ല. അപ്പോൾ അതുകൊണ്ട് കടുത്ത അനീതിയാണ് തൃശ്ശൂർ ജനതയോട് മേയറും സംഘവും കാണിച്ചത്. ഒരു കാര്യം സംശയമില്ല, മേയർക്ക് ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടന്നിട്ടില്ല എന്നാണ്. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ മഴയ്ക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിട്ട് പോലുമില്ല. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല. ഇനി എങ്ങനെ അവർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ മഴയ്ക്ക് മുമ്പ് തന്നെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഒന്നുമില്ലാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. അല്ലെങ്കിൽ തൃശ്ശൂർ പട്ടണം ഇതിലും കൂടുതൽ ഭവിഷ്യത്തിലേക്ക് നേരിടുകയാണ്. ഒരു കാര്യം, മേയർ ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. CPM അദ്ദേഹത്തെ നിയന്ത്രിക്കണം. ഭരണ നേതൃത്വം അദ്ദേഹത്തെ നിയന്ത്രിച്ച് ഇത്രയും കടികാര്യസ്ഥയുള്ള മേയറുടെ പോക്ക് തടയണം.